ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ കർത്താവായി യേശു തൻ്റെ ഹൃദയം തുറന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നുണ്ട്. ബാലികാ ബാലന്മാർ, വിദ്യാർത്ഥിനികൾ, യുവവാക്കന്മാർ അവരുടെ ഒരു സങ്കീർണതയിൽ വേദനിക്കുമ്പോൾ കർത്താവ് വേദന അറിയുന്നുണ്ട്. പഠനത്തെ സംബന്ധിച്ചൊരു ദുഃഖമുണ്ടെങ്കിൽ മക്കളെ ഇപ്പോൾ യേശുവിനോട് പറയണം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ ദുഃഖങ്ങളെയും യേശു അറിയുന്നുണ്ട്. അതുപോലെ വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി എത്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില മനപ്പീഡകൾ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ മനപ്പീഡ അറിയുന്നവനായ കർത്താവ് ഈ നിമിഷങ്ങളിൽ സന്നിഹിതനാണ്. ഹൃദയത്തിന്റെ വേദന കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരും വേദന കർത്താവ് അറിയുന്നുണ്ട്. ഒരു നാളിൽ എറണാകുളം മറൈൻ ഡ്രൈവ് കൺവെൻഷൻ നടക്കുകയാണ്. ഒരു സഹോദരി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ വേദന ദൈവത്തിന് വെളിപ്പെടുത്തി പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ കർത്താവ് ഇടപെട്ടു എന്ന് ആ വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ഡാലിയ കെനോട്ട്. ഞാൻ ബോൾഗാട്ടി ഇടവക അംഗമാണ്. അലർജി രോഗം ഉണ്ടായിരുന്നു. അലർജി രോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാലും പൊട്ടി വെള്ളം ഒഴുകും. അതാണെങ്കിൽ ഞാൻ മാന്തണത് ചീപ്പ് കൈ കെട്ടുന്ന സാധനം വെച്ച് എന്ത് സാധനം വെച്ചാണെങ്കിലും ഞാൻ പണ്ട് ഈ ജോബ് ഈ ഓടിന്റെ കഷ്ണം എടുത്ത് ഈ ഒരെണ്ണം ഇങ്ങനെ ചൊറിഞ്ഞു അതേ മാതിരി എടുത്ത് മാന്ത, ചിരട്ട, ചീപ്പ്, പിന്നെ അവിടെയുള്ള കത്തി, എന്താ വെച്ചാ നമുക്ക് അടുക്കള ഉപകരണങ്ങൾ അറിയാലോ, ചെരവ. എന്നിട്ട് പൊട്ടി അത് വെള്ളം മാന്തി കഴിഞ്ഞ് തൊലി അങ്ങോട്ട് മുഴുവൻ പോകും. പിന്നെ പലവരും എന്നോട് മഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയും പുരട്ടിയൊക്കെ മാറും, പിന്നെ ഓയിൽമെന്റ് പലതും പുരട്ടി നോക്കി. അപ്പൊ അതിന്റെ ഇരട്ടി തോലി പോകയല്ലാണ്ട് അവിടെ എനിക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ടായില്ല. ഭയങ്കര ചൊറിച്ചിലെന്ന് വെച്ചാൽ 14 വർഷമായിട്ടുള്ള ഒരു കാര്യം. എന്നിട്ട് ഈ അലർജിയുടെ ഇങ്ങനെ മാന്തിക്കൊണ്ടേയിരിക്കും. ഏത് നേരം കൈ അത് എവിടെയാണ് നിൽക്കണ, പള്ളിയാണോ ഇതൊന്നും നോക്കണ പ്രശ്നമൊന്നുമില്ല. കടി വന്നു കഴിഞ്ഞാൽ മാന്തൽ തന്നെ രക്ഷ. അവസാനം എനിക്ക് കൈ കിട്ടിയ സാധനം ഉണ്ട്, ആക്സോ ബ്ലേഡ് എടുത്ത് ഞാൻ മാന്താ തുടങ്ങി. അത്ര കടിയായിരിക്കും. ആക്സോ ബ്ലേഡ് എടുത്ത് മാന്തി തൊലി മുഴുവനും പോകും. ശരീരം ഒരു വകയായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മളുടെ വല്ലാർപാടം ധ്യാനത്തിന് ഞാനും ഭർത്താവും മക്കളും കൂടെ 5 ദിവസത്തെ ധ്യാനത്തിന് പങ്കെടുത്തു. ഈ 5 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ദിവസം ലാസ്റ്റ് ദിവസം സേവറച്ചൻ വട്ടായിലച്ചൻ അവിടെ ഉണ്ടായിരുന്നു. പാലക്കാട് അച്ഛനാണോ? അതേ അച്ഛൻ തന്നെ വല്ലാർപാടത്ത്. എന്നിട്ട് അച്ഛൻ അവിടെ വിളിച്ചു പറയേണ്ടതാണ് ഈ അലർജി മൂലം അനുഭവിക്കുന്ന ആളുടെ രോഗം മാറുന്നതായിട്ട് വെളിപ്പെടുത്തി കൊടുത്ത്. അത് പക്ഷെ പറഞ്ഞത് സാവകാശം മാറുന്നതായിട്ടാണ് അവിടെ വെളിപ്പെടുത്തിയത്. ആ സമയം മുതൽ എനിക്ക് നേരിയതായിട്ട് അങ്ങോട്ട് കുറയാൻ തുടങ്ങി. പൊട്ടിയൊലിക്കലില്ല, ചൊറിച്ചിലില്ല. ഇപ്പൊ എൻ്റെ കാല് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിശയിക്കും. എന്റെ കാലും ഈ രോഗം പരിപൂർണമായൊരു സൗഖ്യം അല്ലേ? പരിപൂർണമായിട്ടുള്ള ആക്സോ ബ്ലേഡ് ഒക്കെ ഇട്ടത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ ഒരു കത്തി തട്ടി എൻ്റെ കൈ മുറിഞ്ഞു. ഇപ്പോഴും അതിൻ്റെ പാടുണ്ട്. പക്ഷേ ഈ സഹോദരിയുടെ കാല് മാറ്റിയിട്ട് പുതിയ കാല് കൊണ്ട് ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ച്. അതേപോലെ യേശു വചനം പ്രഘോഷിക്കുന്ന സ്ഥലത്ത് സന്നിഹിതനാകുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ചെയ്തവൻ
ഉറക്കെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കുടുംബം മുഴുവനും ദൈവത്തെ ആരാധിക്കുന്ന ഈ നിമിഷങ്ങൾ വിശുദ്ധ നിമിഷങ്ങളാണ്. ഒരുപക്ഷെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരുപോലെ തീവ്രമായ ദൈവാനുഭവം ഇല്ലെങ്കിലും പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കൂട്ടായ്മയോട് ചേരുക. അനുഭവം ഇല്ലെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും ഇപ്പോൾ കർത്താവിന് നമ്മൾ എളിമപ്പെടുക. കരങ്ങൾ ഉയർത്തി ഉറക്കെ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, 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 അഗ്നി അഭിഷേകമേ, കത്തി പടരണമേ, കത്തി പടരണമേ, ഈ സമൂഹത്തിലേക്ക് നിറയണമേ. അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. കൈയടിച്ച് അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. ഉണർവോടെ യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. ഓ പരിശുദ്ധാത്മാവേ, തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ, ശക്തിയാൽ നിറയ്ക്കൂ, നിറയ്ക്കണമേ, വരദാന ഫലങ്ങൾ നൽകൂ. ഓ പരിശുദ്ധാത്മാവേ, ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. നന്നായി കൈയടിച്ച് അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിനഗ്നി. പാപാന്ധകാരം നീങ്ങിടുവാൻ വിശുദ്ധിതൻ വെണ്മയാൽ നിറയാ. വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവേ, അഭിഷേകം ഞങ്ങളിൽ വളരാ. അഭിഷേകം നിറയ്ക്കണമേ. നീങ്ങിടുവാൻ വിശുദ്ധിതൻ വെണ്മയാൽ നിറയാ. ആത്മാവിൽ ജ്വലിച്ചിടുവാൻ അഭിഷേകം ഞങ്ങളിൽ വളരാ. അത്ഭുത ശക്തിയെ ചൊരിയുക തീനാളങ്ങൾ, വീണ്ടും നൽകുക അടയാളങ്ങൾ. വീണ്ടും ചൊരിയുക തീനാളങ്ങൾ, വീണ്ടും നൽകുക അടയാളങ്ങൾ. ഇന്നി കൂട്ടായ്മയിൽ, ഇന്നി കൂട്ടായ്മയിൽ. കൈകൾ ഉയർത്തി കൈയടിച്ച് ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദാഹിച്ച് ദാഹിച്ച് യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. വരദാന ഫലങ്ങൾ നൽകൂ, വരദാന ഫലങ്ങൾ നൽകൂ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഈ സമൂഹത്തിലേക്ക് നിറയണമേ, ഈ കുടുംബങ്ങളിലേക്ക് നിറയണമേ, ഈ ദാസിദാസന്മാരുടെ മേൽ നിറയണമേ, ബാലിക ബാലന്മാരുടെ മേൽ നിറയണമേ, രോഗികളുടെ മേൽ നിറയണമേ, സർവ മക്കളുടെ മേൽ നിറയണമേ, ശുശ്രൂഷകളുടെ മേൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വേദനകളുടെ മേൽ എഴുന്നള്ളി വരണമേ, മനപ്രയാസങ്ങളുടെ മേൽ നിറയണമേ, വചനങ്ങൾക്ക് പറ്റാത്തത് അടഞ്ഞുപോയ ഹൃദയങ്ങളുടെ മേൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് കഷ്ടതകളിൽ അഭിമാനിക്കുക എന്നുള്ളത്. റോമാ ലേഖനത്തിൽ 5-ാം അധ്യായം 3-ാം തിരുലിഖിതം നമ്മുടെ കഷ്ടതകളിലും
നാം അഭിമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വചനം എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് ഏറ്റു പറയണം. നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിരവധി വ്യക്തികളുടെ ജീവിതങ്ങളിൽ ദൈവം അവരെ ഉപരി മഹത്വത്തിലേക്ക് നയിക്കുമ്പോൾ ഒരു കഷ്ടത അനുവദിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടതയുടെ സമയത്ത് പലരുടെയും മനസ്സ് പതറുന്നതായിട്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനാ ജീവിതത്തിലും വിശുദ്ധ കാര്യങ്ങളിലും ആത്മീയ ജീവിതത്തിലെല്ലാം ശ്രദ്ധിക്കുന്നവർ ഈ ഒരു കാര്യത്തിൻ്റെ ഒരു അഭിഷേകം, ഈ ഒരു കഷ്ടതയിൽ അഭിമാനിക്കേണ്ടതൊരു അഭിഷേകം ദൈവത്തോട് ചോദിച്ച് സ്വീകരിക്കണം. എനിക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ എനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു നല്ലൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ചെറുപ്പം തൊട്ട് നല്ല വിധത്തിൽ ജീവിക്കാൻ വേണ്ടി കഷ്ടത സഹിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അങ്ങനെ പടിപടിയാ ദൈവം വളർത്തി കൊണ്ടുവരികയാണ്. വിവാഹം കഴിഞ്ഞു, ഭാര്യ, മക്കള്, ആ മക്കളെയൊക്കെ വിശ്വാസം വളർത്തി, ആ കുടുംബം മുഴുവനും നോക്കി വളർത്തി, സർവ്വ ആരോഗ്യം ഉപയോഗിച്ച് കുടുംബത്തെ നന്നായി പരിപാലിച്ചിട്ടുണ്ട്. അങ്ങനെ പരിപാലിച്ച് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കുടുംബത്തിന്റെ നല്ല ഒരു കുടുംബനാഥനായി മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചില കഷ്ടതകൾ കടന്നു വന്നു. എപ്പോഴും ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടായിരുന്നു. ദാരിദ്ര്യം, ഞെരുക്കം, കഠിനാധ്വാനം, ക്ലേശങ്ങളുണ്ടായിരുന്നു. അതിനേക്കാൾ ഒരുപടി കൂടി കടുപ്പമുള്ളതാണ് ഈ ഒരു നരകിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ദുരിതം, അല്ലെങ്കിൽ കഷ്ടത. ആ കഷ്ടത വന്നെങ്ങനെയാണ്? ഇദ്ദേഹം എന്ത് ചെയ്താലും മക്കളെ കണ്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ജീവിത പങ്കാളിയും മക്കളും ആരും മനസ്സിലാക്കാത്ത കഠിനമായ ചില അനുഭവങ്ങൾ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പെട്ടെന്ന് ചിന്തിക്കുക, എന്തിനാണ് ഈ കഷ്ടത, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരൻ, എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഒരു ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്ത വാർത്തയാണ് ഞാൻ അറിയുന്നത്. ഒരു കഷ്ടതയുടെ നടുവിൽ അദ്ദേഹത്തിന് പിടിച്ചു വെക്കാൻ പറ്റിയില്ല. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനു വേണ്ടി കഷ്ടപ്പെടുന്നത്? എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, ഞാൻ എന്തിനു വേണ്ടി കഷ്ടപ്പെടുന്നത്? ഈ മക്കൾക്ക് എന്നെ വേണ്ട, ഞാൻ എന്തിനു വേണ്ടി കഷ്ടപ്പെടുന്നത്? ആർക്കെന്നെ വേണം? അദ്ദേഹത്തിന്റെ ആ നല്ല ജീവിതമോ, അദ്ദേഹത്തിന്റെ ആ ഒരു കഠിനാധ്വാനമോ, അദ്ദേഹം ചെയ്ത ആ നല്ല കാര്യങ്ങളോ അംഗീകരിക്കാൻ, ഒന്ന് മനസ്സിലാക്കാൻ ആരുമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വ്യർത്ഥതാ ബോധം അദ്ദേഹത്തെ പിടികൂടുകയാണ്. ഒരു വ്യർത്ഥതാ ബോധം. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ഇതൊക്കെ ആര് കാണുന്നു? ഈ ഹൃദയത്തിന്റെ ആത്മാർത്ഥത ആരും മനസ്സിലാക്കുന്നു? പെട്ടെന്ന് മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടോ? കാണാൻ ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു നിസ്സഹായാവസ്ഥ, ഈ ഒരു ഏകാന്തത, ഈ ഒരു അനാഥത്വം അങ്ങയുടെ ഹൃദയത്തെ വേദനിപ്പിച്ച് ആ വേദനയിൽ അദ്ദേഹത്തിന്റെ ജീവൻ ഒടുക്കി അദ്ദേഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് എനിക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യമായിരുന്നു അത്. അങ്ങനെ ഞാൻ ദൈവസന്നിധി ഇരുന്നപ്പോൾ ആത്മീയ മണ്ഡലത്തിലും ഇതേപോലെ വേദന സഹിക്കുന്ന നിരവധി ദൈവമക്കളുണ്ട്. ഇതൊരു കുടുംബജീവിതത്തിന്റെ വേദനയാണ്. അതുപോലെ ആത്മീയ മണ്ഡലത്തിൽ ഇതുപോലെ വേദനിക്കുന്നവരുണ്ട്. ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ച് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഞാൻ ഇത്രയും കാലം ഉപവസിച്ചു, ഞാൻ ഇത്രയും കാലം ദേവാലയത്തിൽ പോയി, ഞാൻ ചെറുപ്പം തൊട്ട് മിഷൻ ലീഗിലും സൊഡാലിറ്റിയിലും അങ്ങനെ ആത്മീയ സംഘടനകളിൽ പ്രവർത്തിച്ചു, ഞാൻ കാര്യമായിട്ടൊരു തിന്മ ചെയ്യാൻ പോയിട്ടില്ല, ദൈവം എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? ഇങ്ങനെ ദൈവത്തോട് ഒരു വേദന, ദൈവത്തോടൊരു വേദന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വേദനിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഞാനായിട്ടൊരു ഉപദ്രവം ചെയ്തിട്ടില്ല, ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇതാര് കാണുന്നു? ഒരു മനുഷ്യനോട് പറഞ്ഞു ഓർമ്മിക്കുകയാണ്, ഞാൻ ഇന്ന് വരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ഒരു വചനം ലംഘിക്കാൻ ഞാൻ മനഃപൂർവ്വം ഞാൻ ഉദ്യമിച്ചിട്ടില്ല, ഞാൻ ദേവാലയത്തിൽ പോകുന്ന ഉത്സാഹിച്ചിട്ടുണ്ട്, ദശാംശം കൊടുക്കാൻ ഞാൻ മുന്നിട്ട് നിൽക്കുകയാണ്, സാബത്ത് ഞാൻ കൃത്യമായി ആചരിക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ദൈവം എന്നെ കാണുന്നില്ല, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഞാൻ ഇന്ന് വരെ ചോദിച്ചു ഒന്നും എനിക്ക് തന്നിട്ടില്ല. ഇങ്ങനെ മനസ്സിന്റെ വേദനയിൽ ദൈവത്തോട് എതിർ ചിന്ത വരുന്ന അന്തരീക്ഷങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ഞാൻ ഇരുന്നപ്പോഴാണ് മലാക്കി ഗ്രന്ഥത്തിലെ 3-ാമത്തെ അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുലിഖിതങ്ങൾ എന്റെ ശ്രദ്ധയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നത്. ഇത് ഇന്നലത്തെ വിഷയമല്ല, ഇത് തുടക്കം തൊട്ടേ ദൈവമക്കൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു പീഡയാണ്. ദുഷ്ടാത്മാവ് പീഡിപ്പിക്കുന്ന മേഖലകളിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നല്ല ജീവിതം നയിക്കുന്നവരെ വ്യർത്ഥതാ ബോധം നൽകി പീഡിപ്പിക്കും.
ഇതെല്ലാം വെറുതെ, ഇതെല്ലാം വ്യർത്ഥമായി, എൻ്റെ ആയുസ് ഞാൻ ചെലവഴിച്ചു. വ്യർത്ഥതാ ബോധം നൽകി പിശാച് പീഡിപ്പിക്കുന്ന ആളുകളുണ്ട്. വൈദികരാണെങ്കിൽ നല്ല ജീവിതം നയിച്ച് കുറെ കഴിയുമ്പോൾ തോന്നും, ഞാനിങ്ങനെ ജീവിച്ചിട്ട് ദൈവം കാണുന്നുണ്ടോ, എന്തിനാണ് ജീവിക്കുന്നത്? അല്ലെങ്കിൽ പ്രാർത്ഥന ഗ്രൂപ്പ് നയിക്കുന്നവര്, അല്ലെങ്കിൽ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് പോകുന്നവര്, അല്ലെങ്കിൽ ഡെയിലി ദേവാലയത്തിലേക്ക് പോകുന്നവര്, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിച്ച് കൂടെ കൂടെ നല്ല ആത്മീയ ശുശ്രൂഷകൾ കൊണ്ട് പോകുന്നവര്, ഇങ്ങനെയുള്ള ഓരോ മണ്ഡലങ്ങളിൽ ഇരിക്കുന്നവരെ ഈ ഒരു ചിന്ത പീഡിപ്പിക്കുകയാണ്. ഞാനിങ്ങനെ ഇന്ന് പള്ളി പോയിട്ട് എന്താ കാര്യം, ഞാനിങ്ങനെ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് പോയിട്ട് എന്താ കാര്യം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലാക്കിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ദൈവം പറയുകയാണ്, അങ്ങനത്തെ ചിന്ത നാം ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയണം. വചനം എങ്ങനെയാണ് വായിക്കുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു, എന്നിട്ടും ഞങ്ങൾ അങ്ങേക്കെതിരായി എങ്ങനെ സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു, ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിന്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? ഒരു ചിന്തയാണ്. പക്ഷെ ഇത് ദൈവം പറയാണ്, നിങ്ങളുടെ വാക്കുകൾ കഠിനമാണ്. ഇതൊരു കഠിനമായൊരു പാപം തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ ശരണമില്ലാത്ത ഒരവസ്ഥയാണത്. അത് വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സാത്താൻ ഇടയ്ക്ക് പീഡിപ്പിക്കുന്ന ഒരു പാപപീഡയാണത്. ദൈവത്തിലുള്ള ശരണം എടുത്തു കളയുക, ദൈവത്തിലുള്ള ശരണം ക്ഷയിപ്പിക്കുക. ഇതാ വചനം പഠിപ്പിക്കുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു, എന്നിട്ടും ഞങ്ങൾ അങ്ങേക്കെതിരായി എങ്ങനെ സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു, ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിന് മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇത് പലരെയും അലട്ടുന്ന ഒരു വിഷയമാണ്. പ്രാർത്ഥിക്കുന്നവരും ആത്മീയ കാര്യങ്ങൾ നിൽക്കുന്നവർക്കും എപ്പോഴും ബുദ്ധിമുട്ട്. ദുഷ്കർമ്മികൾ ദൈവത്തെ പരീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ അവർ ചെയ്യുമ്പോൾ, ദൈവത്തെ അവർ പരീക്ഷിക്കുമ്പോൾ, അവർ ഇടതടിച്ച് നിൽക്കുമ്പോൾ, അവർ എതിർത്ത് നിൽക്കുമ്പോൾ, അവർ വിമതസ്വഭാവം കാണിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്നുള്ള വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം ദൈവത്തിന്റെ മുമ്പിൽ എഴുതപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എന്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രൻ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് ഒരു കാര്യം ഉറപ്പ് തരികയാണ്. നമ്മുടെ ഒരു ചെറിയ വേദന പോലും കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു വരുന്ന ദുഃഖം പോലും കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ഹൃദയത്തിലുണ്ട്, ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചു, ഞാൻ ഇത്രയും കാലം ദേവാലയത്തിലേക്ക് പോയി, ഞാൻ ഇത്രയും കാലം ഓരോരോ നന്മ പ്രവൃത്തികൾ ചെയ്ത്, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഞാനായിട്ട് ഒരാളെ കണ്ണുനീര് വീഴ്ത്തിയിട്ടില്ല, പക്ഷേ എനിക്ക് ഒരു അനുഗ്രഹം കിട്ടിയിട്ടില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു വേദന നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതുപോലും നിങ്ങളുടെ ദൈവം അറിയുന്നുണ്ട്, അതുപോലും നിങ്ങളുടെ ദൈവം അറിയുന്നുണ്ട്. അതും ഒരു കൃപയായിട്ട്, ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് മാറും. ദൈവത്തിന്റെ വചനം പറയാണ്, അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം പറഞ്ഞത് കർത്താവ് കേട്ടു. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടു. ആ ഗ്രന്ഥത്തിൽ ഈ ഓരോ ദൈവഭക്തന്റെ ഓരോ വേദനയും അതിൽ ആലേഖനം ചെയ്യപ്പെടുകയാണ്. വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റേതായിരിക്കും. നിശ്ചയമായും ഓരോ കണ്ണുനീരിനും പ്രതിഫലമുണ്ട്.
നിശ്ചയമായും ഓരോ വേദനയ്ക്കും പ്രതിഫലമുണ്ട്. നിശ്ചയമായും നല്ല ഒരു പ്രതിഫലം തന്ന് ഈ ദുഃഖത്തെ കർത്താവ് സന്തോഷമാക്കി മാറ്റും എന്ന് വിശുദ്ധ വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പകുതി വഴിക്ക് വെച്ചിട്ടിട്ട് പോകരുത്. നമ്മുടെ ആത്മീയ കാര്യം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മുടെ കർത്താവ് നമ്മളെ നയിക്കുമ്പോൾ ആ കഷ്ടതയിലൂടെ, ആ സഹനത്തിലൂടെ, ആ വേദനയിലൂടെ, ആ പരിത്യക്ത അവസ്ഥയിലൂടെ, ആ ഏകാന്തതയിലൂടെ, ആ അനാഥത്വത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം സ്വന്തമാക്കണം. ഇതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ ഈ സഹനത്തിന് വലിയ പ്രതിഫലം ലഭിക്കാൻ നിങ്ങൾ നഷ്ടധൈര്യരാകരുത്. ഇതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടി നിങ്ങൾ തിരിച്ചറിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു രണ്ടാം വരവെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മരണദശയുടെ നമ്മൾ ദൈവത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതിന്റെ എല്ലാം വ്യത്യാസം അന്ന് എല്ലാവരും അറിയും, അന്ന് എല്ലാവരും തിരിച്ചറിയും. ഇന്ന് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ രോഗം മാറിയില്ല, അല്ലെങ്കിൽ ജോലി കിട്ടിയില്ല, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ തട്ടി ആത്മീയമായ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ നമുക്ക് ലഭിക്കാനുള്ള വലിയ പ്രതിഫലത്തിൽ നിന്ന് നമ്മുടെ ജീവിതം വ്യതിചലിച്ച് പോകരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഉത്ബോധിപ്പിക്കുകയാണ്. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 56-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം, എന്റെ അലച്ചിലുകളെ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും കാണാതെ പോകുന്നില്ല, ഒന്നും അറിയാതെ പോകുന്നില്ല. എന്റെ ദൈവം അറിയുന്നില്ല, എന്റെ ദൈവം കാണുന്നില്ല. അങ്ങനെ വ്യർത്ഥത ചിന്തയിലേക്ക് പോകരുത്. വചനം ഒരു കാര്യം ഉറപ്പ് തരികയാണ്, നിന്റെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന വേദന പോലും കർത്താവ് അറിയുന്നുണ്ട്. നിന്റെ ഓരോ കണ്ണുനീർത്തുള്ളികളും കർത്താവ് അറിയുന്നുണ്ട്. നിന്റെ ഓരോ മനപ്രയാസവും കർത്താവ് അറിയുന്നുണ്ട്. നിന്റെ ഓരോ നൊമ്പരവും കർത്താവ് അറിയുന്നു. ഒന്നും ദൈവം അറിയാതെ പോകുന്നില്ല, ഒന്നും ദൈവം കാണാതെ പോകുന്നില്ല. ഇതിനെല്ലാം വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം, രണ്ട് കരങ്ങൾ കൂപ്പിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കേണ്ടത്. പാപാന്ധകാരം മനസ്സിൽ നിറഞ്ഞ്, ലോകത്തിന്റെ ചില പ്രത്യേക ഭീട മനസ്സിൽ നിറഞ്ഞ് ആത്മീയ നേത്രങ്ങൾ കുരുടായി പോകാതിരിക്കാൻ എന്റെ പരിശുദ്ധാത്മാവേ, പാപാന്ധകാരം പീഡിപ്പിക്കുന്ന സമയത്ത് എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്നു. പാപാന്ധകാരം നീങ്ങിടുവാൻ വിശുദ്ധിതൻ വെണ്മയാൽ നിറയാൻ പരിശുദ്ധാത്മാവേ, ആത്മാവിൽ ജ്വലിച്ചിടുവാൻ അഭിഷേകം ഞങ്ങളിൽ വളരാ. പാപാന്ധകാരം നീങ്ങിടുവാൻ വിശുദ്ധിതൻ വെണ്മയാൽ നിറയാ. ആത്മാവിൽ ജ്വലിച്ചിടുവാൻ അഭിഷേകം ഞങ്ങളിൽ വളരാ. വീണ്ടും ചൊരിയുക തീനാളങ്ങൾ, വീണ്ടും നൽകുക അടയാളങ്ങൾ, വീണ്ടും ചൊരിയുക തീനാളങ്ങൾ, വീണ്ടും നൽകുക അടയാളങ്ങൾ. ഇന്നീ കൂട്ടായ്മയിൽ കൈകൾ ഉയർത്തി കൈയടിച്ച് യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിനാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ, വരദാന ഫലങ്ങൾ നൽകൂ, വരദാന ഫലങ്ങൾ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അഭിഷേകം ചെയ്യണമേ. കർത്താവേ, അഭിഷേകം ചെയ്യണമേ. യേശുവേ, അഭിഷേകം ചെയ്യണമേ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. മരവിപ്പ് മാറട്ടെ, മന്ദത മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, അഭിഷേകം നിറയട്ടെ, കഷ്ടതയിൽ അഭിമാനം നിറയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന, ആരാധന. ഓരോ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഓരോ ഹൃദയങ്ങളെ തുടരണമേ കർത്താവേ, ഓരോ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവേ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, നന്ദി,
യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം 3-ാം തിരുലിഖിതം. നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹൃദയം ഉരുകും നേരം അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഹല്ലേലൂയ. ഓരോ ഹൃദയത്തിൻ്റെയും രഹസ്യ വേദനകളെ അറിയുന്നവനാണ് അവിടുന്ന്. അവിടുന്ന് സ്പർശിച്ചാൽ സകലതും സൗഖ്യം പ്രാപിക്കും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ശരീരത്തിന്റെ വേദനകൾ, മനസ്സിന്റെ ആകുലങ്ങൾ, ആത്മാവിന്റെ നൊമ്പരങ്ങൾ സർവ്വത് സമർപ്പിച്ച് യേശുവിനെ നമുക്ക് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കൈകൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. അരികിൽ വരേണേ, സദയം തൊടേണേ,